ഹായ്, വെൽക്കം ടു മാജിക് യൂസ് മീഡിയ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഇത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ ഒരു 650 ഗ്രാം. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പിറകിലുള്ള നൂല് പോലെയുള്ളത് എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു 1 ടീസ്പൂൺ താഴെ കണ്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്, ഗാർലിക് പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ, വിനെഗർ ഒരു 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ചെമ്മീനിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. ചെമ്മീനിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി സബോള എടുക്കാം. വലിയ സബോളയാണെങ്കിൽ 2 സബോള എടുക്കാം. അതല്ല ചെറുതാണെങ്കിൽ 3 സബോള വേണം. ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഓൾറെഡി അത് പേസ്റ്റായിട്ട് നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കൂടുതലായിട്ട് ചേർക്കാൻ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. നേരത്തെ സബോളയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം, വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം. നമുക്കിനി ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റാം. അതൊന്ന് നിറം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സബോള ചേർക്കാം. എന്നിട്ട് സബോള ഒന്ന് ശരിക്കും വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് സബോള പെട്ടെന്ന് വഴറ്റി കിട്ടാനും കൂടി എളുപ്പത്തിനാണ്. സബോള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുട്ടികൾ എരിവ് അധികം കഴിക്കത്തില്ല, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1.5-2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ഇനി മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെമ്മീനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോഴത്തേക്ക് അത് സെർവ് ചെയ്യാൻ റെഡിയാവും. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്